നാരായണ 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 നാരായണ. ശ്രീഗുരോശ്ചരണം ഭോജം യസ്യാം ദിശി വിരാജതേ തസ്യൈ ദിശേ നമസ്കുർമഃ കായേന വചസാ ധിയാ. നമോ നമഃ ശ്രീഗുരുപാദുകാഭ്യാം നമോ നമഃ ശ്രീഗുരുപാദുകാഭ്യാം നമോ നമഃ ശ്രീഗുരുപാദുകാഭ്യാം. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശ യാസാം ഹരികഥോദ്ഗീതം പുനാതി ഭുവനത്രയം. ഗോപീചരണാരവിന്ദപരമാണവേ നമഃ. ശ്രീരാധികായൈ നമഃ. രാധാരാസേശ്വരി രാസവാസിനി രസികേശ്വരി കൃഷ്ണപ്രാണാധിക കൃഷ്ണപ്രിയാ ച കൃഷ്ണരൂപിണി. കൃഷ്ണവാമാങ്കസംഭൂത പരമാനന്ദരൂപിണി കൃഷ്ണ വൃന്ദാവനീ വൃന്ദാവന വിനോദിനി ചന്ദ്രാവതി ചന്ദ്രകാന്ത ശരച്ചന്ദ്രനിഭാനന. ഓം ശ്രീ രാധികായൈ നമഃ. ഓം ശ്രീ രാധികായൈ നമഃ. ഓം ശ്രീ രാധികായൈ നമഃ. സദാ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം, ഗുരുവായൂരപ്പാ ശരണം, ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭാഗവതത്തിലെ 9-ാമത്തെ സ്കന്ധമാണ്. അതിലെ പരശുരാമ അവതാരമാണ് അനുസ്മരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഈശകഥ എന്ന ലക്ഷണത്തോടു കൂടിയതാണ് ഈ 9-ാമത്തെ സ്കന്ധം. അപ്പോൾ എന്താണ് ഈ ഈശകഥയുടെ പ്രത്യേകത എന്ന് ഭാഗവതം 2ാം സ്കന്ധത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവതാരാനുചരിതം ഹരേശ്ചാസ്യാനുവർത്തിനാം പുംസാം ഈശകഥാ പ്രോക്ത നാനാഖ്യാനോപബൃംഹിതാ. ഭഗവാന്റെ അവതാരങ്ങൾ ഭഗവത് ഭക്തന്മാരെക്കുറിച്ചൊക്കെ വർണ്ണിക്കുന്ന ഒരു കഥാഭാഗമാണ് ഈ 9ാം സ്കന്ധം. കൃഷ്ണാവതാരത്തിന് മുന്നോടിയായിട്ട് ഭാരതത്തിലെ 2 പ്രധാന വംശങ്ങൾ, സൂര്യവംശവും ചന്ദ്രവംശവും, ഈ 2 വംശങ്ങളെ 24 അധ്യായങ്ങളിലൂടെ വർണ്ണിക്കുന്നു ശ്രീമദ് ഭാഗവതം. 13 അധ്യായങ്ങളെ കൊണ്ട് സൂര്യവംശത്തെയും 11 അധ്യായങ്ങളെ കൊണ്ട് ചന്ദ്രവംശത്തെയുമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അനേകമനേകം രാജാക്കന്മാരുടെ കഥകൾ, അല്ലെങ്കിൽ ഭഗവത് ഭക്തന്മാരുടെ കഥകൾ, ഭഗവാന്റെ രാമാവതാരം, അതുപോലെ പരശുരാമാവതാരമൊക്കെ വർണ്ണിക്കുന്ന ഈ സ്കന്ധം. അതുകൊണ്ട് തന്നെയാണ് വാഴകുന്നം തിരുമേനി പിന്നത്തെ പെട്ടിയിൽ സൂര്യവംശത്തെയും സോമവംശത്തെയും തിക്കിക്കേറ്റി എന്ന് അതിമനോഹരമായ ഒരു വർണ്ണനയാണ് ഈ 9ാം സ്കന്ധത്തെക്കുറിച്ച് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അതിൽ സൂര്യവംശ രാജാക്കന്മാരെക്കുറിച്ച് വർണ്ണിച്ച ശേഷം ദേവഗുരുവായിരിക്കുന്ന ബൃഹസ്പതിയുടെ മനോദുഃഖത്തെ വർണ്ണിച്ച, അല്ലെങ്കിൽ അതോടുകൂടി ആരംഭിച്ച ചന്ദ്രവംശ വർണ്ണന, അതിൽ നിന്നും പിന്നീട് പുരൂരവസിൻ്റെ കഥയിലൂടെ നമുക്ക് ഗാധിയുടെ കഥയിലേക്ക് എത്തിച്ചേരുന്ന ആ ഭാഗമാണ് ഇവിടെ അനുസ്മരിക്കാൻ തന്നിരിക്കുന്നത്. ഐലസ്യ ചോർവശീഗർഭാഷടാസന്നാത്മജാ നൃപ ആയുശ്രുതായുസ്സത്യായു രയോധ വിജയോ ജയ.
ആ പുരൂരവസിൻ്റെ വംശവർണ്ണന പറയുന്ന സമയത്താണ് ഉർവശീ ഗർഭത്തിൽ ഉർവശിക്ക് അദ്ദേഹത്തിൽ ഉണ്ടായ ഉണ്ണികളെക്കുറിച്ച് 6 ഉണ്ണികളുണ്ടായി എന്ന് പറയണു. അവരുടെ പേരൊക്കെ ഭാഗവതം പറയും. ആയുശ്രുതായു സത്യായു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉണ്ണികളുണ്ടായി. ആ ഒരു വംശം വർണ്ണിക്കുന്ന സമയത്താണ് ശ്രുതായുവിന് വസുമാൻ എന്ന മകൻ ഉണ്ടായി എന്നും സത്യായുവിന് ശ്രുതഞ്ജയൻ എന്ന് പറയുന്ന മകനുണ്ടായി, രയന് ഏകൻ എന്ന് പറയുന്ന മകനുണ്ടായി എന്നൊക്കെ പറഞ്ഞ് അവസാനം ഭീമസ്തു വിജയസ്യാധ കാഞ്ചനോ ഹോത്രകസ്തഥ തസ്യ ജന്യു സുതോ ഗംഗാം ഗണ്ഡൂഷീകൃത്യ യോപിബത്. ജന്നു മഹർഷിയെ ഒന്ന് അനുസ്മരിച്ചു ഇവിടെ. കാരണം ഏതൊരു ജന്നു മഹർഷിയാണോ ഗംഗയെ തൻ്റെ കവിളിലാക്കി കുടിച്ചത്, ആ ജന്നു മഹർഷിയെ ഒന്ന് ഇവിടെ അനുസ്മരിച്ചു. അപ്പോൾ ആ ജന്നു മഹർഷിയിൽ നിന്നാണ് പിന്നീട് പൂരു ഉണ്ടായത്. ഇങ്ങനെ മറ്റൊരു പൂരുവാണ് കേട്ടോ. നമ്മൾ 2 പൂരുക്കളെ കേൾക്കാനുണ്ട്. ഇതിൽ വേറൊരു പൂരുവിനെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു പൂരുവിൻ്റെ കഥ അവിടെ പറഞ്ഞ് കുശാംബുജഹ, ആ വംശത്തിൽ കുശാംബു എന്ന് പറയുന്നൊരു രാജാവ്, അദ്ദേഹത്തിന് മകനായിട്ട് ഗാധിരാസീത് കുശാംബുജഹ. ഗാധി എന്ന് പറയുന്ന ഒരു മഹാരാജാവ് ആവിർഭവിച്ചു എന്ന് പറയുന്നതാണ് ഈ പരശുരാമ കഥയിലേക്കുള്ള ആരംഭം. അങ്ങനെയുള്ള ആ ഗാധിയെക്കുറിച്ച് അനേകമനേകം ഉദ്ധരണികൾ മറ്റ് പുരാണങ്ങളിൽ നമുക്ക് കാണാനുണ്ട്. അത്ര കേമനായിരുന്നു, ഇന്ദ്രൻ്റെ തുല്യം ശക്തി ഉണ്ടായിരുന്നു ഗാധിക്കെന്ന് ബ്രാഹ്മപുരാണം പോലുള്ള ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആ കുശാംബുജനായിരിക്കുന്ന ഗാധി അദ്ദേഹത്തിന് സത്യവതീം കന്യാമൃചീകോയാചദ്വിജ, അദ്ദേഹത്തിൻ്റെ മകളായിരിക്കുന്ന സത്യവതിയെ ഋചീകൻ എന്ന് പറയുന്ന ഒരു ഋഷി വിവാഹം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നാണ്. അപ്പോൾ ഈ ഋചീകൻ എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രത്തെ നമുക്ക് മറ്റൊരു പേരിൽ ഗ്രന്ഥങ്ങളിൽ കാണാം, ഔർവൻ എന്ന പേരിൽ. അത് ഋചീകൻ്റെ കഥ പറയുന്ന സമയത്ത് മറ്റ് ഗ്രന്ഥങ്ങളിൽ, മറ്റ് പുരാണങ്ങളിൽ, മരീച്യാദികളിൽ 8ാമത്തേതായിരിക്കുന്ന ഭൃഗു, ആ ഭൃഗുവിനുണ്ടായിരിക്കുന്ന ച്യവനൻ, ച്യവനൻ്റെ മകനായിരിക്കുന്ന ഔർവൻ. ഈ ഔർവൻ തന്നെയാണ് ഋചീകൻ എന്ന് ഔർവസ്യൈവം ഋചീകസ്യ സത്യവത്യാം മഹായശ എന്ന് നമുക്ക് മറ്റു പുരാണങ്ങളിൽ കാണാനുണ്ട്. ബ്രാഹ്മപുരാണം പോലുള്ള പുരാണങ്ങളിൽ ഈ ഔർവനും ഋചീകനും ഒന്നാണ് എന്ന ഒരു ഉദ്ധരണി കാണുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഋചീകനെക്കുറിച്ച് ഒന്നിവിടെ അനുസ്മരിച്ചു. അങ്ങനെയുള്ള ആ ഋചീകനാണ് സത്യവതിയെ വിവാഹം കഴിച്ചത്. അതുകൊണ്ടാണ് ആ ഭൃഗുവിൻ്റെ വംശത്തിൽ പിറന്നതുകൊണ്ടാണ് ഈ ഭാഗവതത്തിൽ 5ാമത്തെ ശ്ലോകത്തിൽ 15ാമത്തെ അധ്യായത്തിൽ 5ാമത്തെ ശ്ലോകത്തിൽ ഗാധി ഭാർഗവം അബ്രവീത്. ആ ഭാർഗവ ശബ്ദത്തിൻ്റെ പ്രാധാന്യം എവിടെയാണ്? ഭൃഗുവിൻ്റെ വംശത്തിലാണ് ഈ ഋചീകൻ ആവിർഭവിച്ചത് എന്നതുകൊണ്ട് ഭാർഗവ എന്ന ശബ്ദം ഭാഗവതത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ കഥ വേണമെങ്കിൽ നമുക്ക് മറ്റു പുരാണങ്ങളിലേക്ക് പോണ്ടി വരും. അതായത് ഭാഗവതത്തിൻ്റെ താല്പര്യം മുഴുവനായിട്ടും കിട്ടണമെങ്കിൽ നമുക്ക് മറ്റ് പുരാണങ്ങളുടെ സഹായം കൂടി ഉണ്ടെങ്കിലേ ഒരു പൂർണ്ണമായ അർത്ഥബോധം കിട്ടുള്ളൂ. കാരണം അത്ര സമ്പിണ്ഡിതമായ ഒരു അർത്ഥബോധമാണ് ശ്രീമദ് ഭാഗവതത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയുള്ള ആ ഋചീകൻ ഗാധിയെ സമീപിച്ച് തനിക്ക് മകളെ കല്യാണം കഴിച്ചു തരണമെന്ന് പറഞ്ഞ സമയത്ത് കുതിരകളെ കൊണ്ടുവരാനൊക്കെ പറയുന്ന കഥാഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ആ ഗാധിയുടെ വാക്ക് കേട്ട് വരുണൻ്റെ അടുത്ത് പോയിട്ട് ഏകതശ്യാമകർണാനാം എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം ഭാഗവതത്തിൽ. അതായത് ഒരു ഭാഗം ചെവിയുടെ ഒരു ഭാഗം കറുപ്പ് വെളുപ്പൊക്കെ ആയിട്ടുള്ള കുതിരകളൊക്കെ കൊണ്ട് കൊടുത്തു എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള ആ ഋചീകനാണ് സത്യവതിയെ വിവാഹം കഴിച്ചത്. അങ്ങനെ വിവാഹം കഴിച്ച ശേഷം തനിക്കൊരു ഉണ്ണി ഉണ്ടാവണമെന്ന ആഗ്രഹത്തോടു കൂടി ഋചീകൻ ഒരു ചരു വേണ്ട രീതിയിൽ ഉണ്ടാക്കിയതാണ്. പക്ഷേ ആ സമയത്ത്
ശ്വശ്രുവാചാപത്യകാമ്യയാ, സത്യവതിയുടെ അമ്മയ്ക്കും ഒരാഗ്രഹം തോന്നി എന്നാണ്, തനിക്കും ഒരു ഉണ്ണി ഉണ്ടാവണം. അപ്പോൾ ആ രീതിയിൽ തൻ്റെ ഭാര്യയ്ക്കും തൻ്റെ ഭാര്യയുടെ അമ്മയ്ക്കും രണ്ടു പേർക്കും വേണ്ടിയിട്ട് അദ്ദേഹം ശ്രപയിത്വോഭയൈർമന്ത്രൈഹി ചരുവിനെ പാകം ചെയ്തു. എങ്ങനെയാണ് പാകം ചെയ്തതെന്ന് വിചാരിച്ചാൽ, തനിക്കുണ്ടാവേണ്ട ഉണ്ണി ബ്രാഹ്മണ ശിശു, എന്നാൽ തൻ്റെ ഭാര്യയുടെ അമ്മയ്ക്കുണ്ടാവേണ്ടത് ക്ഷത്രിയ ശിശു. അപ്പോൾ തനിക്കുണ്ടാവേണ്ടത് ബ്രാഹ്മണനാണെന്ന രീതിയിലാണ് അദ്ദേഹം ചരുവിനെ പാകം ചെയ്തതെങ്കിൽ തൻ്റെ ഭാര്യയുടെ അമ്മയ്ക്കുണ്ടാവേണ്ടത് ക്ഷത്രിയ ശിശുവായിരിക്കണം എന്ന രീതിയിലാണ്. അങ്ങനെ വേണ്ട രീതിയിൽ ഇതൊക്കെ കഴിഞ്ഞ് സ്നാതും ഗതോ മുനി, അങ്ങനെയുള്ള ആ ഋഷീകൻ കുളിക്കാൻ പോയ സമയത്ത് അമ്മയ്ക്ക്, അതായത് സത്യവതി അമ്മയ്ക്ക് തോന്നി തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഋഷീകൻ ചെയ്തു വെച്ച ചരുവിനാണ് കൂടുതൽ മഹത്വമുണ്ടാവുക. കാരണം തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ചെയ്തു വെച്ചതല്ലേ, മറ്റതെന്താ തൻ്റെ ഭാര്യയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിച്ചു. അങ്ങനെ എന്ത് ചെയ്തു എന്ന് വിചാരിച്ചാൽ, പരസ്പരം അവർ രണ്ടുപേരും മാറിക്കഴിച്ചു. താവത് സത്യവതി മാത്ര സ്വചരും യാചിതാ സതി ശ്രേഷ്ഠം മത്വ, അതാണ് ശ്രേഷ്ഠം. തൻ്റെ മകൾക്ക് പാകം ചെയ്ത ചരുവാണ് ശ്രേഷ്ഠമെന്ന് വിചാരിച്ചുകൊണ്ട് മകളോട് പറഞ്ഞു, മകളെ ഒരു കാര്യം ചെയ്യൂ, എനിക്ക് ഉണ്ടാക്കിയത് നീയും നിനക്കുണ്ടാക്കിയത് ഞാനും കഴിച്ചോളാം. അങ്ങനെ കഴിച്ചിട്ടാണ് ആ ഒരു വിശ്വാമിത്രൻ്റെയും അതുപോലെ പരശുരാമസ്വാമിയുടെയും ആവിർഭാവ കഥയിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഭാഗത്ത് ചില പദങ്ങൾ നമുക്ക് ഭാഗവതത്തിൽ കാണാം. സാധാരണ ഇപ്പോഴത്തെ സംസ്കൃത ഭാഷയിൽ കാണാത്ത ചില പദങ്ങൾ ഭാഗവതത്തിൽ കാണാം. അതുകൊണ്ട് ചില ആൾക്കാർ സംസ്കൃതം പഠിക്കുന്നവരുണ്ടാവാം. ഇതും കാണുമ്പോൾ നമുക്ക് സംശയം തോന്നാം. ഇപ്പോൾ കാണുന്നത് മാധുരഥസ്വയം എന്നൊരു പദം കാണാനുണ്ട്. പെട്ടെന്ന് സംസ്കൃതം പഠിച്ചവർക്ക് തോന്നും അതത് എന്ന പദം ശരിയാണോ, തെറ്റല്ലേ എന്ന് തോന്നും. ആർഷത്വാത് സാധു, ഋഷിപ്രയുക്തം, വ്യാസമഹർഷിയാണത് ചെയ്തത് എന്നതുകൊണ്ട്, ഋഷിപ്രയുക്തമായതുകൊണ്ടത് സാധുവാണ് എന്ന് നമ്മൾ പറയും. അപ്പോൾ അങ്ങനെയുള്ള ചില ഭാഗങ്ങളും കൂടി ഈ ഭാഗവതത്തിലൂടെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാതെ ഈ ഇന്നത്തെ ലൗകിക സംസ്കൃതം മനസ്സിലാക്കിയിട്ട് വ്യാസഭഗവാനെ അളക്കാൻ നമ്മൾ പോവരുത്. അതാണ് എനിക്ക് തോന്നിയത് അത് വായിച്ചപ്പോൾ. മാതുരതസ്വയം തദ്വിജ്ഞായ മുനിപ്രാഹ പത്നീം കഷ്ടമകാരഷീ ഘോരോ ദണ്ഡധരപുത്രോ ഭ്രാതാതേ ബ്രഹ്മവിത്തമാ. സത്യവതിയോട് പറഞ്ഞു, നീ ചെയ്തതെന്തായാലും ശരിയല്ല, കഷ്ടം അകാരഷീഹി, നീ ചെയ്തത് വളരെ കഷ്ടമായിപ്പോയി. കാരണം നിനക്കുണ്ടാവുന്നത് ആരാണ്? ഘോരഃ ദണ്ഡധരഃ, ഘോരനായിരിക്കുന്ന ആയുധധാരിയായിരിക്കുന്ന ഒരു ഉണ്ണിയാണ് നിനക്കുണ്ടാവുക. എന്നാൽ നിൻ്റെ അമ്മയ്ക്കുണ്ടാവുന്നതോ ബ്രഹ്മവിത്തമഃ, ഒരു ബ്രഹ്മജ്ഞാനിയായ ഒരാളാണ് ഉണ്ടാവുക. കാരണം ഞാൻ ആ രീതിയിലാണ് മന്ത്രം ചൊല്ലി ഈ ചരുവിനെ ചെയ്തു വെച്ചത്. പക്ഷെ നിങ്ങൾ മാഴിക്കഴിച്ചതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈയൊരു അവസ്ഥ ഉണ്ടാവാൻ പോവുകയാണ് എന്ന് പറഞ്ഞ സമയത്ത് സത്യവതി വളരെ ദുഃഖിച്ച് സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ്. അപ്പോൾ പറഞ്ഞു, ശരി, നിൻ്റെ മകനല്ലെങ്കിൽ മകൻ്റെ മകൻ അതിഘോരനായി മാറും എന്ന് പറഞ്ഞു എന്നാണ് ഋഷീകൻ. അതിനുശേഷമാണ് ജമദഗ്നിയുടെ ആവിർഭാവം ഇവിടെ പറഞ്ഞു വെച്ചത്. ആ ജമദഗ്നി മഹർഷി രേണോസുതാം രേണുകാം വൈ ജമദഗ്നി ഉവാഹയാം. രേണോസുതാം, രേണു എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ മകളെ രേണുക എന്നാണ്. അപ്പോൾ രേണു എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു എന്നാണ്. ഈ രേണുക സൂര്യവംശത്തിലുള്ളവരായിരുന്നു. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇപ്പോൾ ചന്ദ്രവംശത്തിൻ്റെ കഥയാണ് പറയുന്നതെങ്കിലും ഈ രേണുക സൂര്യവംശത്തിലുള്ളതായിരുന്നു എന്നാണ്.
അപ്പോൾ ഇങ്ങനെ ചില കഥക വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ഭാഗവതത്തിലൂടെ പോകുമ്പോൾ രസകരങ്ങളായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ആ രേണുവിൻ്റെ, കാരണം രേണു ഇക്ഷ്വാകു വംശപ്രഭവ എന്ന് മറ്റ് പുരാണങ്ങളിൽ കാണാനുണ്ട്, ബ്രഹ്മപുരാണത്തിൽ കാണാനുണ്ട്. ഇക്ഷ്വാകു വംശപ്രഭവോ രേണുർനാമ നരാധിപ. ഇക്ഷ്വാകു വംശത്തിലാണ് രേണു എന്ന് പറയുന്നൊരു മഹാരാജാവ് ഉണ്ടായതെന്നും ആ രേണുവിന് അതിസുന്ദരിയായിരിക്കുന്ന രേണുക എന്ന് പറയുന്ന മകളുണ്ടായിരിക്കുന്നൊക്കെ മറ്റ് ഗ്രന്ഥങ്ങളിൽ നോക്കിയാൽ കാണും. അങ്ങനെയുള്ള ആ ഒരു രേണുകയെയാണ് ഇവിടെ അനുസ്മരിച്ച് രേണോസുതാം രേണുകാം വൈ ജമദഗ്നി ഉവാഹയാം. അങ്ങനെ ജമദഗ്നി വിവാഹം ചെയ്തു. ആ വിവാഹത്തിലാണ് ജമദഗ്നി മഹർഷിക്ക് രേണുകയിലെ കുട്ടികൾ വസുമദാദയായ വീയാൻ ജജ്ഞയേതേഷാം രാമ ഇത്യഭിവിശ്രുത. യവീയാൻ ഏറ്റവും ഇളയവനായിട്ട് രാമ ഇത്യഭിവിശ്രുത, സാക്ഷാൽ പരശുരാമസ്വാമി, അത്യധികം കീർത്തിയെ നേടിയ പരശുരാമസ്വാമി ജമദഗ്നിയുടെ മകനായിട്ട് ആവിർഭവിച്ചു. ഭഗവാന്റെ അവതാരം പരശുരാമനായിട്ടിതാ നമ്മുടെ മുമ്പിൽ അവതരിച്ചിരിക്കുന്നൊരു കഥാഭാഗമാണ് നമ്മൾ കാണുന്നത്. യമാഹു വാസുദേവാംശം, വാസുദേവാംശം സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാന്റെ അംശമായിട്ടാണ് ഹേഹയാനാം കുലാന്തകം, ഹൈഹയാനാം ആ ഹേഹയന്മാരുടെ കുലത്തെ മുഴുവൻ നശിപ്പിച്ച് 3 പ്രാവശ്യം അല്ല 21 പ്രാവശ്യം ഭൂമിയെ ചുറ്റി നശിപ്പിച്ച ആ പരശുരാമസ്വാമിയുടെ കഥ ഇവിടെ പറഞ്ഞു വെച്ചു. അവിടെ ശ്രീശുഖബ്രഹ്മർഷി പറഞ്ഞു, ദുഷ്ടം ക്ഷത്രം ഭുവോഭാരം അബ്രഹ്മണ്യം അനീനശത് രജസ്തമോ വ്രതമഹൻ ഫൽഗുന്യപി കൃതേംഹസി. അതായത് ബ്രാഹ്മണ വിദ്വേഷികളായിരിക്കുന്ന, രജസ്സുകൊണ്ടും തമസ്സുകൊണ്ടും ആവൃതന്മാരായിരിക്കുന്ന ക്ഷത്രിയന്മാരെ അദ്ദേഹം ഫൽഗുന്യപി കൃതേംഹസി, ചെറിയൊരപരാധം ചെയ്താൽ പോലും ഭഗവാൻ പരശുരാമസ്വാമി ശിക്ഷിച്ചു എന്ന് ഇവിടെ പറയണു. ആ സമയത്താണ് പരീക്ഷിത് മഹാരാജാവിന് അത്ഭുതം തോന്നിയത്. ഇങ്ങനൊരു കഥ, കാരണം എന്ത് തെറ്റാണ് ഈ രാജാക്കന്മാർ ചെയ്തത്? കിം തദംഹോ ഭഗവതാ രാജന്യൈഃ അജിതാത്മഭിഃ, അജിതാത്മഭിഃ രാജന്യൈഃ. ഈ രാജാക്കന്മാരെങ്ങനെയുള്ളവരാണ്? അച്ചടക്കമില്ലാത്തവർ, ഇന്ദ്രിയ നിഗ്രഹത്തെ ചെയ്യാത്തവരായിരിക്കുന്ന ഈ രാജാക്കന്മാർ എന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത്? കാരണം ഈയൊരു തെറ്റുകൊണ്ടാണ് ക്ഷത്രിയന്മാരെ മുഴുവൻ ഭഗവാൻ പരശുരാമസ്വാമി ഇല്ലാതാക്കിയത്. അപ്പോൾ ആ തെറ്റിനെക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്നുള്ള ആ മഹാരാജാവിൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് കാർത്തവീര്യാർജുനൻ്റെ കഥ പറഞ്ഞു കൊടുക്കുന്നത്. കാർത്തവീര്യാർജുനൻ ദത്താത്രേയനെ തപസ് ചെയ്ത് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു എന്നാണ്. അതിൽ ദത്താത്രേയ മഹർഷിയുടെ അല്ലെങ്കിൽ ദത്താത്രേയൻ്റെ ഭഗവാന്റെ അവതാരത്തിൽ നിന്നും അദ്ദേഹം നേടിയ വരങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞു വച്ചിട്ടുണ്ട്. ബാഹൂൻ ദശശതം ലേഭേ ദുർധർഷത്വം അരാതിഷു. അദ്ദേഹം നേടിയ കൈകൾ, അതുപോലെ ശത്രുക്കളാൽ പരാജയപ്പെടില്ല എന്നൊരവസ്ഥ, എവിടെയും സഞ്ചരിക്കാൻ പറ്റുമെന്നൊരവസ്ഥ, ഇതൊക്കെ ദത്താത്രേയനെ ആരാധിച്ച് നേടിയതാണ് എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞു വച്ചിട്ടുണ്ട്. അദ്ദേഹം സർവത്ര എങ്ങനെയാണോ വായു സഞ്ചരിക്കുന്നത് അതുപോലെ ഈ ലോകം മുഴുവൻ സഞ്ചരിച്ചു എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ വരമാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ മാർക്കണ്ഡേയ പുരാണം നോക്കിയാൽ ദത്താത്രേയനോട് കാർത്തവീര്യാർജുനൻ ചോദിച്ച വരത്തെ കാണാം. ആ വരത്തെ നേടിയിട്ടാണ് കാർത്തവീര്യാർജുനൻ ഇത്ര ശക്തിമാനായത്. അപ്പോൾ മാർക്കണ്ഡേയ പുരാണം നോക്കിയാൽ നമുക്ക് എന്താണ് അദ്ദേഹം ചോദിച്ച വരങ്ങൾ എന്ന് കേൾക്കാം. ആ വരങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രീമദ് ഭാഗവതത്തിലും കാണാം. അപ്പോൾ അത് രണ്ടും കൂടി ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണാം. യതി ദേവ പ്രസന്നസ്ത്വം
തത് പ്രയച്ഛർദ്ധിമുദ്ധമാം. അല്ലയോ ദേവ, അവിടുന്ന് സന്തുഷ്ടനാണെങ്കിൽ പ്രയച്ഛർദ്ധിം ഉത്തമാം, എനിക്ക് ആ ഋദ്ധി അഭിവൃദ്ധിയെ നൽകണേ എന്നാണ് കാർത്തവീര്യാർജുനൻ പ്രാർത്ഥിച്ചത്. എനിക്കെൻ്റെ പ്രജകളെ പാലിക്കാനായിട്ടുള്ള അഭിവൃദ്ധി നൽകണം. നച അധർമ്മം അവാപ്നുയാം. മാർക്കണ്ഡേയപുരാണ് പറയുന്നത്. അധർമ്മത്തെ പ്രാപിക്കാതിരിക്കാനുള്ള ഒരു അനുഗ്രഹമാണ് എനിക്ക് വേണ്ടത്. അതുപോലെ ജ്ഞാനം അപ്രതിദ്വന്ദ്വതാം രണേ, യുദ്ധത്തിൽ എനിക്കെതിരായിട്ട് ആരും ഉണ്ടാവാൻ പാടില്ല എന്നിങ്ങനെ കുറേ വരങ്ങളാണ് ചോദിക്കുക. സഹസ്രം ആപ്തുമിച്ഛാമി ബാഹൂനാം, അനേകം ബാഹുക്കൾ, 1000 ബാഹുക്കളാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് മാർക്കണ്ഡേയ പുരാണത്തിൽ കാണാം. ഭഗവാൻ കൊടുത്ത വരങ്ങളെ ശ്രീമദ് ഭാഗവതത്തിലും കാണാം. ഇതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഭഗവാൻ അന്ന് അനുഗ്രഹിച്ചു എന്നാണ്. അല്ലയോ ഉണ്ണി, നീ എന്തൊക്കെയാണോ ചോദിച്ചത് അതൊക്കെ നിനക്കുണ്ടാവട്ടെ എന്ന് പറഞ്ഞു. യേതേ കീർത്തിതാ സർവേ താൻ വത്സ സമവാപ്സ്യസി. അല്ലയോ വത്സ, നീ എന്തൊക്കെയാണോ ആഗ്രഹിച്ചത് അത് മുഴുവൻ സമവാപ്സ്യസി, നിനക്ക് ലഭിക്കും. അതിൻ്റെ ബാക്കിയാണ് ഹൈഹയാനാമധിപത് അർജുന ക്ഷത്രിയർഷഭാദത്തം നാരായണസ്യാംശമാരാധ്യ പരികർമ്മഭിः. തൻ്റെ പരിജനങ്ങളോടുകൂടി ദത്താത്രേയനെ ആരാധിച്ച് ബാഹൂൻ ദശശതം ലേഭേ, 1000 കൈകളെ നേടി ദുർധർഷത്വമരാതിഷു. അതായത് മറ്റുള്ളവരിൽ നിന്നും ആരെയും കൂസാത്തൊരാളാണ് ഈ ഹേഹയ രാജാവായിരിക്കുന്ന കാർത്തവീര്യാർജുനൻ. ഇങ്ങനെയുള്ള ആ വീര്യവും തേജസ്സും ഒക്കെ നേടിയ അദ്ദേഹം രേവാംഭസിമദോത്കടഃ, രേവാനദി നർമ്മദ നദിയിൽ അദ്ദേഹം തൻ്റെ സ്ത്രീകളോട് കൂടിയിട്ട് ക്രീഡിക്കാൻ ആരംഭിച്ച സമയത്ത് രാവണൻ അവിടെ തൊട്ടടുത്ത് തന്നെ ദേവപൂജ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറയണു. പക്ഷേ ഇപ്പോഴും ശ്രീമദ് ഭാഗവതത്തിൽ ആ വരി കാണാനില്ല. മുമ്പുണ്ടായിരുന്നു എന്ന് ഗുരുനാഥന്മാർ പറയുന്നുണ്ട്. തഥാ കുർവൻ ദേവപൂജാം മാഹിഷ്മത്യാ സമീപതഃ എന്നൊരു വരി ശ്രീമദ് ഭാഗവതത്തിൽ ഉണ്ടായിരുന്നു മുൻപ് എന്ന് പറയണു. അതായത് രാവണൻ മാഹിഷ്മതി എന്ന് പറയുന്ന നഗരത്തിൻ്റെ അടുത്ത് ദേവപൂജയെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ നർമ്മദാ നദീ തീരത്ത് അല്ലെങ്കിൽ നർമ്മദാ നദിയിൽ ഹേഹയനായിരിക്കുന്ന അല്ലെങ്കിൽ കാർത്തവീര്യാർജുനൻ്റെ ഈ ക്രീഡയുണ്ടായതെന്നും ആ സമയത്ത് ജലം അങ്ങോട്ട് രാവണൻ്റെ ഈ ദേവപൂജയ്ക്ക് മുടക്കം വരുത്തി അങ്ങോട്ടൊക്കെ അടിച്ചു കയറി എന്നൊക്കെ പറയുന്ന ഭാഗം. നാമൃഷത് തസ്യ തദ്വീര്യം വീരമാനീ ദശാനന. അത് ഒരിക്കലും സഹിക്കാൻ സാധിച്ചില്ല രാവണന്. രാവണൻ പുറപ്പെട്ടു കാർത്തവീര്യാർജുനെതിരെ. പക്ഷേ ഗൃഹീതോ ലീലയാ സ്ത്രീണാം സമക്ഷം കൃതകിൽബിഷഃ മാഹിഷ്മത്യാം സന്നിരുദ്ധോ മുക്തോ യേന കപിർയഥ. പിടിച്ചു കെട്ടി നേരെ മാഹിഷ്മതി തൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുപോയി ഒരു കുരങ്ങനെ പോലെയായിപ്പോൾ അവസ്ഥ. കപിർയഥ, ഒരു കുരങ്ങനെ പോലെയാണ് രാവണൻ്റെ അവസ്ഥ. അത്രയും ശക്തിമാനായിരുന്നു കാർത്തവീര്യാർജുനെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞു വച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള കാർത്തവീര്യാർജുനാണ് ഒരു ദിവസം ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്നത്. സ ഏകദാതു മൃഗയാം വിചരൻ വിപിനേ വനേ യദൃച്ഛയ ആശ്രമപദം ജമദഗ്നേ ഉപാവിശത്. ഒരു ദിവസം കാർത്തവീര്യാർജുനൻ തൻ്റെ സേനയോടുകൂടി ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് എത്തിയ സമയത്ത് നരദേവായ മുനിഹി അർഹണം ആഹരത്. ആ രാജാവിനായിക്കൊണ്ട് മഹർഷീശ്വരൻ തൻ്റെ വേണ്ട രീതിയിൽ എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുന്ന ആ അതിഥി പൂജയെ മുഴുവൻ അനുഷ്ഠിച്ചു എന്നാണ്. അതെങ്ങനെയാണ് സാധിച്ചത്? ഹവിഷ്മത്യ കാമധേനുവിനെ കൊണ്ടാണ് സാധിച്ചത്. അപ്പോൾ ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിലുണ്ടായിരുന്ന കാമധേനുവിനെ കൊണ്ടാണ്
ഈ അതിഥി പൂജയെ മുഴുവൻ സാധിച്ചത് ജമദഗ്നി മഹർഷി. അത് കണ്ടപ്പോഴാണ് ഈ ഒരു ഐശ്വര്യം തനിക്കാണ് ഉണ്ടാവേണ്ടത് എന്ന് തോന്നി കാർത്തവീര്യാർജുനന്. ഉടനെ തൻ്റെ ഭടന്മാരെ അയച്ചു എന്നിവിടെ പറയണു. തൻ്റെ ഭടന്മാരെ അയച്ച് പിടിച്ചു കെട്ടി കൊണ്ടുവന്നു തൻ്റെ നഗരത്തിലേക്ക് കാമധേനുവിനെ. അവിടെ പറയുന്നുണ്ട്, ക്രന്ദന്തീം, കരഞ്ഞുകൊണ്ടിരിക്കുന്ന സവത്സാം, വത്സനോടുകൂടിയ കാമധേവിനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് തൻ്റെ നഗരത്തിലേക്ക് എത്തിച്ചു. ആ സമയത്താണ് സഹിക്കാൻ വയ്യാതെ പരശുരാമസ്വാമി ആദ്യമായിട്ട് ഇതാ യുദ്ധത്തിന് പുറപ്പെടുന്നത്. അധ രാജനി നിർയാതേ രാമ ആശ്രമാഗത ശ്രുത്വാ തത്തസ്യ ദൗരാത്മ്യം ചുക്രോധാഹി ഇവാഹത. അടികൊണ്ട പാമ്പിനെ പോലെയായി പരശുരാമസ്വാമി എന്നാണ്. അദ്ദേഹത്തിന് ക്രോധം വന്നു. തൻ്റെ ആയുധങ്ങളൊക്കെ എടുത്തു. എങ്ങനെയാണോ ആനക്കൂട്ടങ്ങളുടെ പിന്നാലെ ഒരു സിംഹം ഓടുന്നത് അതുപോലെ മൃഗേന്ദ്രൈവ യൂഥവം, ആനക്കൂട്ടങ്ങളുടെ പിന്നാലെ സിംഹം ഓടുന്നത് പോലെ. എത്ര ഗംഭീരാണ് ആ പദങ്ങൾ നോക്കൂ. പരശുരാമസ്വാമി ഒറ്റയ്ക്കന്നേ ഉള്ളൂ. ആ സിംഹത്തിൻ്റെ പോക്കെങ്ങനെയാണെന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലെ അദ്ദേഹത്തെ വർണ്ണിക്കേണ്ട തമാപദന്തം ഭൃഗുവര്യമോജസാധനുർധരം ബാണപരശ്വധായുധം അയണേയ ചർമാംബരമർക്കധാമഭിർയുധം ജടാഭി ദദൃശേ പുരീം വിശൻ. ആ മാഹിഷ്മതിയിലേക്ക് എത്തിച്ചേർന്ന പരശുരാമസ്വാമിയെ വർണ്ണിക്കണു. ജട സ്വർണ്ണ നിറമുള്ള ജടയോട് കൂടിയിട്ട് ചർമ്മം ധരിച്ച് ആയുധങ്ങളേന്തിയ പരശുരാമസ്വാമി അവിടെയുള്ള എല്ലാ അക്ഷൗഹിണി പടകളെയും നശിപ്പിച്ചു എന്ന് ഇവിടെ പറയണു. രാമ ഏകഃ ഭഗവാൻ അസൂദയത്. ഏകഃ, ഒറ്റയ്ക്കാ ഭഗവാൻ. എത്ര അക്ഷൗഹിണിയുണ്ട്? അക്ഷൗഹിണീ സപ്തദശ, 17 അക്ഷൗഹിണിപ്പടകളുണ്ടായിട്ട് അക്ഷൗഹിണിപ്പടകളെ മുഴുവൻ പരശുരാമസ്വാമിക്ക് ഒറ്റയ്ക്ക് നശിപ്പിക്കാൻ സാധിച്ചു. യതോ യതോസോ പ്രഹരത്പരശ്വധോ മനോനിലൗജ പരചക്രസൂദന. പരചക്രസൂദന, ഗംഭീരം പ്രയോഗാത്. ആ സൈന്യത്തെ മുഴുവൻ എങ്ങനെയാണ് പൊടിച്ചവെന്നാണ്. ശത്രുസൈന്യത്തെ മുഴുവൻ പൊടിച്ചു. ഭഗവാൻ എവിടെ സഞ്ചരിച്ചു അവിടെ ശത്രുസൈന്യങ്ങളുടെ കാലും കയ്യും തലയുമൊക്കെ വേറിട്ട് കിടന്നു എന്നാണ് ശ്രീമദ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെയുള്ള തൻ്റെ സൈന്യത്തെ കണ്ടപ്പോഴാണ് അവിടത്തേക്ക് കാർത്തവീര്യാർജുനൻ എത്തിച്ചേർന്ന് നിപാതിതം ഹൈഹയ ആപദദ്രുഷ. തൻ്റെ സൈന്യമൊക്കെ വീണ് കഴിഞ്ഞ സമയത്ത് രുഷ, അത്യധികം ക്രോധത്തോടു കൂടിയിട്ട് കാർത്തവീര്യാർജുനൻ എത്തിച്ചേർന്ന് തൻ്റെ 500 കൈകളിലേക്ക് വില്ലെടുത്തു എന്നും ഇവിടെ പറയണു. അപ്പോൾ തൻ്റെ ആ ശക്തിയെ മുഴുവൻ പ്രദർശിപ്പിക്കാനൊരുങ്ങുന്ന കാർത്തവീര്യാർജുനൻ ഇവിടെ കാണാൻ സാധിച്ചു. പക്ഷേ പരശുരാമസ്വാമി എല്ലാം ഛേദിച്ചു കളഞ്ഞ് ഭുജാൻ കുഠാരേണ, കുഠാരം കൊണ്ട് തൻ്റെ പരശു കൊണ്ട് ഓരോ കൈകളും വെട്ടി അവസാനം കാർത്തവീര്യാർജുനൻ നശിപ്പിച്ചു പരശുരാമസ്വാമി എന്ന് ഇവിടെ കാണാം. അതോടുകൂടി കാർത്തവീര്യാർജുനൻ്റെ മക്കളൊക്കെ ഓടിപ്പോകുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. അഗ്നിഹോത്രീമുപാവർത്തിയ സവത്സാം പരവീരഃ. അങ്ങനെ വീണ്ടും കാമധേനുവിനെ തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് എത്തിച്ചു കൊടുത്തു പരശുരാമസ്വാമി. ആ സമയത്താണ് താൻ ചെയ്ത കർമ്മത്തെക്കുറിച്ച് ജമദഗ്നി മഹർഷിയോട് പറഞ്ഞ സമയത്ത് രാമ രാമ മഹാബാഹോ ഭവാൻ പാപം അകാരഷീത്. അല്ലയോ രാമ, നീ എന്താ ചെയ്തത്? രാജാവിനെ വധിക്കുക എന്ന് പറയുന്നത് പാപമാണ്. കാരണം സർവദേവമയ. മനുസ്മൃതി പോലുള്ള ഗ്രന്ഥങ്ങളിൽ പറയണു,
എല്ലാ ദേവന്മാരുടെയും അംശം, ലോകപാലന്മാരുടെയൊക്കെ അംശം രാജാവിലുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ രാജാവിനെ ഹനിക്കുക എന്ന് പറയുന്നത് പാപമാണ്. അതാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. രാമ രാമ മഹാബാഹോ ഭവാൻ പാപം അകാരഷീത് അവധീന്നരദേവം യത് സർവദേവമയം വൃഥ. നീ വെറുതെയല്ലേ നശിപ്പിച്ചത് അദ്ദേഹത്തെ. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ക്ഷമയാണ് വേണ്ടത് എന്നിവിടെ പറഞ്ഞു കൊടുക്കുന്നു. ക്ഷമയാ രോചതേ ലക്ഷ്മി ബ്രാഹ്മി സൗരി യഥാപ്രഭ. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷമ. ക്ഷമയുടെ പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് ഏകാദശസ്കന്ധത്തിലും പറഞ്ഞു തരും. ഭൂമിയെക്കുറിച്ച് പറയുന്ന സമയത്ത് സുഭാഷിതങ്ങൾ നമുക്ക് പറഞ്ഞു തരും ക്ഷമയെക്കുറിച്ച്. ക്ഷമാബലമശക്താനാം ശക്താനാം ഭൂഷണം ക്ഷമ ക്ഷമാ വശീകൃതർലോകേ ക്ഷമയാ കിം ന സിദ്ധ്യതി. ക്ഷമിക്കുക, അതായത് എന്ത് പ്രകോപനമുണ്ടായാലും മനസ്സിൽ ആ ചഞ്ചലഭാവത്തിലേക്ക് പോവാതെ നോക്കുക. ഇതാണ് നമുക്കൊരു മനുഷ്യന് വേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്ഷമ എന്നിതാ ശ്രീമദ് ഭാഗവതം ഈ പരശുരാമ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. ക്ഷമയാ രോചതേ ലക്ഷ്മീ ബ്രാഹ്മി സൗരി യഥാപ്രഭ. അതായത് ബ്രാഹ്മണ തേജസ് ക്ഷമ കൊണ്ട് സൂര്യനെ പോലെ ശോഭിക്കണു. അപ്പോൾ ഒരു തേജസ് ശോഭിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ക്ഷമയാണ്. അപ്പോൾ ഒരു മനുഷ്യന് വേണ്ടതെന്തെന്ന് ചോദിച്ചാൽ ക്ഷമയാണ്. ഇന്ന് ഇല്ലാത്തതും അതുതന്നെയാണല്ലേ. ആർക്കും ക്ഷമയില്ല, ക്ഷമിക്കാനുള്ള സമയമില്ല നമുക്ക്. പക്ഷേ ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് എന്ത് നേടാൻ സാധിക്കില്ല, എല്ലാം നേടാൻ സാധിക്കും. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ക്ഷമയാ കിം ന സിദ്ധ്യതി. ക്ഷമ കൊണ്ട് നേടാൻ സാധിക്കാത്തതായിട്ട് എന്താ ഉള്ളത്? ഒന്നുമില്ല. അതുകൊണ്ട് ആരാണോ ക്ഷമിക്കുന്നത്, അല്ലെങ്കിൽ ക്ഷമ ആർക്കാണോ ഉള്ളത്, ക്ഷമാശീലമുള്ളവർക്ക് ഭഗവാൻ എപ്പോഴും സന്തോഷമുള്ളതായി മാറണം. അപ്പോൾ ക്ഷമിണാം ആശു ഭഗവാൻ സ്തുഷ്യതേ ഹരിരീശ്വര. ഭാഗവതം വലിയൊരു ഉപദേശം തരികയാണ് നമുക്ക്. ഭഗവാൻ എപ്പോഴാണ് സന്തോഷിക്കുന്നത്, എവിടെയാണ് സന്തോഷിക്കുന്നത് ചോദിച്ചാൽ ക്ഷമയുള്ളവരുടെ അടുത്താണ് സന്തോഷിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആവശ്യം ക്ഷമയാണ് എന്ന് ഇവിടെ പറഞ്ഞു വെച്ചു. കാരണം സാക്ഷാൽ ബ്രഹ്മദേവൻ പോലും ആ പാരമേഷ്ഠ്യ പദത്തിലേക്ക് എത്തിയത് ഈ ക്ഷമാശീലം കൊണ്ടാണ് എന്നൊക്കെ പരശുരാമസ്വാമികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു ജമദഗ്നി മഹർഷി. അതുകൊണ്ട് എന്ത് വേണം? തീർത്ഥസംസേവയ, തീർത്ഥാടനം ചെയ്യുക. ഈ ഒരു പാപ പരിഹാരമായിട്ട് തീർത്ഥാടനത്തിന് പോകാനാണ് ജമദഗ്നി മഹർഷി ഉപദേശിച്ചത് പരശുരാമസ്വാമികളെ. അങ്ങനെ പിത്രോപശിക്ഷിതോ രാമസ്തഥേതി കുരുനന്ദനാ സംവത്സരം തീർത്ഥയാത്രാം. ഒരു വർഷം അച്ഛൻ്റെ നിർദ്ദേശമനുസരിച്ച് തീർത്ഥയാത്ര ചെയ്ത് തിരിച്ച് ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്ന ആ പരശുരാമസ്വാമികൾക്ക് തൻ്റെ അച്ഛൻ്റെ വാക്കുകേട്ട് അച്ഛൻ്റെ ശക്തിയെ അറിയുന്ന പരശുരാമസ്വാമികൾക്ക് അച്ഛൻ്റെ വാക്കുകേട്ട് തൻ്റെ സഹോദരന്മാരെയും അമ്മയെയും നശിപ്പിക്കേണ്ടി വരുന്നൊരു സന്ദർഭമാണ് പിന്നീട് പറഞ്ഞു തരുന്നത്. കാരണം രേണുക ജലമെടുക്കാനായിട്ട് പോയ സമയത്ത്, ഗംഗയിൽ പോയ സമയത്ത് ഗന്ധർവരാജം ക്രീഡന്തം അപ്സരോഭിഹി അപശ്യത. അപ്സരസ്സുകളോടുകൂടി ക്രീഡിക്കുന്ന ആ ഗന്ധർവരാജനെ കണ്ട് ഒരു നിമിഷം മനസ്സുകൊണ്ട് വ്യഭിചരിച്ചു എന്ന് പറയണം. ശരീരം കൊണ്ടല്ല നടന്നത്, മാനസികമായ വ്യഭിചാരമാണ് രേണുകയ്ക്ക് സംഭവിച്ചത്. അപ്പോൾ അത് വലിയ തെറ്റാണോ എന്നാണ് അടുത്ത സംശയം ഉണ്ടാവുക. ആണത്രേ.
മനുസ്മൃതിയിൽ വളരെ വിസ്തരിച്ച് മാനസിക വ്യഭിചാരത്തെക്കുറിച്ച് പറയണു. അതായത് ഒരിക്കലും മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ പോലും ഒരിക്കലും വ്യഭിചാരത്തെ ഉണ്ടാവരുത് എന്ന് സ്മൃതിഗ്രന്ഥങ്ങൾ നമുക്ക് പറഞ്ഞു തരണു. അപ്പോൾ ഇവിടെ ഗന്ധർവരാജം ക്രീഡന്തം അപ്സരോഭി അപശ്യത വിലോകയന്തി ക്രീഡന്തമുദകാർത്ഥം നദീംഗത. അങ്ങനെ പോയ സമയത്ത് ഈ ഒരു മാനസിക വ്യഭിചാരമുണ്ടായി. മാത്രമല്ല ഹോമവേലാം ന സസ്മാര, അത് വളരെ പ്രധാന, ഹോമവേളയെ ഓർത്തില്ല. ഇപ്പോൾ ആ ഹോമം ചെയ്യേണ്ട സമയമാണ് ആശ്രമത്തിൽ എന്നതുപോലും മറന്നു രേണുക. കാരണം കിഞ്ചിത് ചിത്രരഥസ്പൃഹ, ആ ചിത്രരഥനോട് സ്പൃഹ, എവിടെയോ ഒരു തോന്നലുണ്ടായി മനസ്സിലൊരു, നേരത്തെ പറഞ്ഞതുപോലെ വ്യഭിചാരമുണ്ടായി. ഇതാണ് ഉണ്ടായത്. പെട്ടെന്ന് തന്നെ കാലം വൈകിയെന്ന് കണ്ട സമയത്ത് ആ കലശം തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിലേക്ക് എടുത്തു വെച്ചു. തൻ്റെ പത്നിയുടെ വ്യഭിചാരം മനസ്സിലാക്കി ജമദഗ്നി മഹർഷി ഘ്നതൈനാം പുത്രക, അല്ലയോ ഉണ്ണികളെ, ഇവളിതാ വ്യഭിചാരത്തെ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവൾ നശിപ്പിക്കാനാണ് തൻ്റെ ഉണ്ണികളോട് പറഞ്ഞത്. പക്ഷേ മറ്റുണ്ണികൾ തയ്യാറായില്ല എന്ന് കണ്ടപ്പോഴേക്കും രാമസഞ്ജോതിത പിത്ര, തൻ്റെ അച്ഛനാൽ പ്രേരിപ്പിക്കപ്പെട്ട ആ പരശുരാമസ്വാമി എങ്ങനെയുള്ളവനാണ്? പ്രഭാവജ്ഞോ മുനേഹ സമ്യക്, മുനേഹ പ്രഭാവജ്ഞ, തൻ്റെ അച്ഛൻ്റെ പ്രഭാവം നന്നായിട്ടറിയാം. അച്ഛൻ്റെ എത്ര കഴിവുണ്ട് നന്നായിട്ടറിയുന്ന പരശുരാമസ്വാമിക്ക് ഒരു സംശയം ഉണ്ടായില്ല. തൻ്റെ സഹോദരന്മാരെയും അതുപോലെ അമ്മയെയും നശിപ്പിച്ചുവെന്നും. അച്ഛൻ ചോദിച്ചു, എന്താ വരാൻ വേണ്ടത്? ഒന്നും വേണ്ട, അമ്മയെയും സഹോദരന്മാരെയും ജീവിപ്പിക്കുക. ഇതാണ് വവ്രേഹദാനാം രാമോപി ജീവിതം ചാസ്മൃതിം വധേ. തൻ്റെ മകൻ തന്നെ നശിപ്പിച്ചു, അല്ലെങ്കിൽ തൻ്റെ സഹോദരന്മാർ തന്നെ നശിപ്പിച്ചു, സഹോദരൻ നശിപ്പിച്ചല്ലോ എന്ന തോന്നലൊന്നും അവർക്കുണ്ടാവരുത്. ഉണർന്നെഴുന്നേൽക്കുന്നത് പോലെ എഴുന്നേൽക്കുക. ഇതാണ് പരശുരാമസ്വാമി ചോദിച്ച വരം. അങ്ങനെ എല്ലാവരും ഉണർന്നെഴുന്നേറ്റു. വീണ്ടും ആ രാമൻ എങ്ങനെയാണ് ഈ നാശത്തെ ഉണ്ടാക്കിയതെന്ന് പറയുന്നുണ്ട്. പിതുർവിദ്വാസ് തപോവീര്യം രാമശ്ചക്രേ സുഹൃദ്വധം. അച്ഛൻ്റെ തപസ്സിൻ്റെ വീര്യം അറിയുന്നത്, അല്ലെങ്കിൽ അറിഞ്ഞതുകൊണ്ടാണ് ഈ രാമൻ ഇങ്ങനെയൊരു വധത്തെ ചെയ്യാൻ തയ്യാറായത് എന്നൊക്കെ പറയണു. അതിനുശേഷം കാർത്തവീര്യാർജുനൻ്റെ മക്കൾ ജമദഗ്നി മഹർഷിയെ വധിച്ചു എന്ന് പറയുന്ന ഭാഗങ്ങൾ. വൈരം സിസാധയിഷവ ലബ്ധഛിദ്രാം ഉപാഗമൻ. അങ്ങനെ ഒരു ദിവസം മാർഗം കണ്ടെത്തി തൻ്റെ അച്ഛനെ കൊന്നതുള്ള വൈരം തീർക്കാനായിട്ട് നേരെ ആ ഹോമശാലയിലേക്ക് എത്തിച്ചേർന്ന ആ കാർത്തവീര്യാർജുനൻ്റെ മക്കൾ ജമദഗ്നിയെ നശിപ്പിച്ച് അവിടുന്ന് യാത്രയായ കഥ. ആ സമയത്താണ് രേണുകയുടെ കരച്ചിലൊക്കെ നമുക്ക് കേൾക്കാം. പ്രസഹ്യ ശിര ഉത്കൃത്യ നിന്യുസ്തേ ക്ഷത്രബന്ധവ. അവർ ആ തലയും കൊണ്ടാണ് പോയതെന്നാണ് ഇവിടെ പറയണത്. രേണുക ദുഃഖശോകാർത്ഥ നിഘ്നന്തി ആത്മാനമാത്മന. തൻ്റെ നെഞ്ചത്തടിച്ച് കരയണ ആ രേണുകയെ നമുക്ക് കാണാൻ സാധിക്കും. രാമരാമേതി താതേതി, രാമ ഉണ്ണി എന്ന് വിളിച്ച് കരയണ രേണുക. വിജുക്രോശോച്ചകൈ സതീ. അപ്പോഴാണ് ദൂരെ നിന്നും ആ പരശുരാമസ്വാമി അവിടത്തേക്ക് എത്തിയത്. അതുപശ്രുത്യ ദൂരസ്ഥോ ഹാ രാമേത്യാർത്തവത്സ്വനം. ദൂരെ നിന്നും ഹാ രാമ രാമ എന്ന കരച്ചിലെങ്ങനെ കേട്ടു പരശുരാമസ്വാമി. ഉടനെ ത്വരയാ ആശ്രമമാസാദ്യ ദദൃശേ പിതരം ഹതം. ആശ്രമത്തിലെത്തുമ്പോഴേക്കും കാണുന്നത് തൻ്റെ അച്ഛൻ മരിച്ചു കിടക്കുന്നതായിട്ടാണ്. ദുഃഖ രോഷ അമർഷ ആർത്തി ശോക വേഗ വിമോഹിത. പരശുരാമസ്വാമിയുടെ ആ അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. അത്യധികം ദുഃഖവും ആ ക്രോധവും ഇതൊക്കെ അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ
അദ്ദേഹം അവിടുന്ന് കരഞ്ഞു എന്നാണ് പറയുക. ഹാ താത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയണു. അതിനുശേഷം തൻ്റെ സഹോദരന്മാരെ ഏൽപ്പിച്ചു അച്ഛൻ്റെ ശരീരം. പ്രഗൃഹ്യ പരശും രാമ ക്ഷത്രാന്തായ മനോദധേ. അവിടെയാണ് ക്ഷത്രിയന്മാരെ മുഴുവൻ നശിപ്പിക്കാനായിട്ട്, അതായത് നേരത്തെ പറഞ്ഞ രജോ ഗുണം തമോ ഗുണം എന്നിവ കൊണ്ട് ആവൃതരായിരിക്കുന്ന ബ്രാഹ്മണദ്വേഷികളായിരിക്കുന്ന ക്ഷത്രിയന്മാരെ മുഴുവൻ നശിപ്പിക്കാൻ പരശുരാമസ്വാമി തീരുമാനമെടുത്തത് ആ സമയത്താണ്. അങ്ങനെയാണ് പ്രഗൃഹ്യ പരശും രാമ ക്ഷത്രാന്തായ മനോദധേ. അങ്ങനെ മനസ്സുറപ്പിച്ച് ആ പരശുരാമസ്വാമി ഗത്വാ മാഹിഷ്മതീം രാമോ ബ്രഹ്മജ്ഞം അവിഹതശ്രിയം. നേരെ മാഹിഷ്മതിയിലേക്ക് യാത്രയായി അവിടെ ബ്രാഹ്മണത്തിനെ നശിപ്പിച്ചു എന്നതുകൊണ്ട് തന്നെ ശ്രീയെ ഇല്ലാതായ അവസ്ഥയാണ് അവിടെ നിന്നാണ്. അതായത് ബ്രാഹ്മണനാശം, ഒരു ബ്രാഹ്മണനെ നശിപ്പിച്ചാൽ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഐശ്വര്യമില്ലായ്മയാണ് സംഭവിക്കുക എന്നാണ്. അതും തപോധനനായ ജമദഗ്നി മഹർഷി. അതുകൊണ്ട് തന്നെ ആ രാജ്യത്ത് ഐശ്വര്യമില്ലാതായി മാറിയിരിക്കുന്നു. അങ്ങനെയുള്ള ആ രാജ്യത്തേക്കാണ് എത്തിയത്. അവിടെ തേഷാം സ ശീർഷഭീരാജൻ മധ്യേ ചക്രേ മഹാഗിരിം. തേഷാം ശീർഷഭീ, വളരെ പ്രത്യേകതയുള്ളൊരു പദമാണത്. തലകളെ കൊണ്ട് എന്ന് പറയും. ശീർഷഭീ എന്നൊരു പ്രയോഗം ഭാഗവതത്തിൽ കാണാം. എന്നാൽ ഇന്നത്തെ സംസ്കൃത ഭാഷയിൽ അത് കാണാനില്ല അങ്ങനെ ഒരു പദം. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ തലകളെ കൊണ്ട് ഒരു പർവ്വതമുണ്ടാക്കി പരശുരാമസ്വാമി എന്ന് ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നു. ശീർഷഭീരാജൻ, ആ ശീർഷങ്ങളെ കൊണ്ട് തലകളെ കൊണ്ട് ചക്രേ മഹാഗിരിം. അതുപോലെ ഈ വേദവിരോധികളായ അവരെ കൊണ്ടാണ് പിന്നീട് ആ സമന്തപഞ്ചക തീർത്ഥം അദ്ദേഹം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ. ഇങ്ങനെ ത്രിസപ്തകൃത്വ പൃഥിവീം കൃത്വാ നിക്ഷത്രിയാം പ്രഭു. 21 പ്രാവശ്യം ഭൂമി മുഴുവൻ സഞ്ചരിച്ച് നേരത്തെ മഹാരാജാവ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുത്തു ശ്രീ ശുകബ്രഹ്മർഷി. എന്തുകൊണ്ടാണ്, എന്ത് തെറ്റാണ് ഈ ക്ഷത്രിയന്മാർ ചെയ്തത്? ചെറിയ തെറ്റ് ചെയ്താൽ പോലും കൊടുക്കുന്നല്ലേ നേരത്തെ പറഞ്ഞത്. ആ ചോദ്യത്തിനിതാ ഉത്തരം കൊടുത്തു. ത്രിസപ്തകൃത്വ പൃഥിവീം കൃത്വാ നിക്ഷത്രിയാം പ്രഭു സമന്തപഞ്ചകേ ചക്രേ ശോണിതോദാൻ ഹൃദാൻ നൃപ. അതിനുശേഷം തൻ്റെ അച്ഛൻ്റെ ആ ശിരസ് കൊണ്ടുവന്ന് അതങ്ങോട്ട് ചേർത്തു. അതിനുശേഷം ബർഹിഷി സർവദേവമയം ദേവം ആത്മാനം അയജത് മഖൈഹി. പരശുരാമസ്വാമി യാഗം ചെയ്യാൻ ആരംഭിച്ചു. ആരെയാണ് പരശുരാമസ്വാമി യാഗം ചെയ്യേണ്ടത് ചോദിച്ചാൽ ഇവിടെ പറയണു സർവദേവമയം ദേവം. അതാരാ? ആത്മാനം, താൻ തന്നെയാണത്. അതായത് തന്നെ തന്നെയാണ് പരശുരാമസ്വാമി യാഗങ്ങളെ കൊണ്ട് യജിച്ചത്. അതായത് താൻ ആരാണെന്ന ബോധം അദ്ദേഹത്തിനുണ്ട്. നമുക്ക് ആ ബോധം ഇല്ല തന്നെയുള്ളൂ അല്ലേ? നമ്മളോടൊക്കെ പറഞ്ഞു തരാറുണ്ട്, നിങ്ങളൊക്കെ ബ്രഹ്മമാണെന്നൊക്കെ പറഞ്ഞു തരാറുണ്ട് ഗുരുനാഥന്മാർ. തത്വമസി എന്നൊക്കെ കേട്ട് പോവാറുണ്ട്. പക്ഷേ നമുക്കിതുവരെ ആ ഒരു ബോധത്തിലേക്ക് എത്തിയിട്ടില്ല. ആ ഒരു ബോധത്തിലേക്ക് എത്തിയാൽ പരീക്ഷിത് മഹാരാജാവിനുണ്ടായ ബോധം അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം. അതുപോലെ കുമാരസംഭവത്തിലൊരു ഇത് കാണാം. സാക്ഷാൽ ശ്രീപരമേശ്വരൻ ധ്യാനിച്ചു. ആരെയാ ധ്യാനിക്കേണ്ടത്? ആ പരമ്പൊരുളായിരിക്കുന്ന പരമചൈതന്യമായിരിക്കുന്ന തന്നെ തന്നെയാണ് ധ്യാനിക്കുന്നത്. താൻ ആരാണ്? തന്നെ തന്നെയാണ് ശ്രീ പരമേശ്വരൻ ധ്യാനിക്കുന്നത്. അതുപോലെ ഇവിടെ യാഗം ചെയ്തു, ശ്രീകൃഷ്ണ മഹാപ്രഭു യാഗം ചെയ്തു. തന്നെ തന്നെയാണ് അദ്ദേഹം യജിച്ചത്. അതായത് തനിക്ക് വേണ്ടിയിട്ട് താൻ തന്നെ ആണ് ആ പരമ്പൊരുളെന്ന് അദ്ദേഹത്തിനറിയാം. പക്ഷേ ലോകത്തിന് വേണ്ടിയിട്ട്, ലോകത്തിന് കാണിച്ചു കൊടുക്കണമല്ലോ യാഗത്തിൻ്റെ പ്രാധാന്യം, അതിന് വേണ്ടിയിട്ട് യാഗം ചെയ്തു. അതുപോലെ ഇവിടെയും പറയണു സർവദേവമയം ദേവം ആത്മാനം അയജന്മഖൈ. അങ്ങനെ വേണ്ട രീതിയിൽ യാഗം ചെയ്ത് തന്നെ തന്നെ പൂജിച്ചു എന്നാണ്. പിന്നെ
അത് അശ്വമേധയാഗമാണെന്നൊക്കെ വ്യാഖ്യാനങ്ങൾ കാണുന്നുണ്ട്. ആ യാഗസമയത്ത് ദദൗ പ്രാചീം ദിശം ഹോത്രേ, അതായത് ഒരു യാഗത്തിന് വേണ്ടത് ഹോതാവ്, അധ്വര്യു, ഉദ്ഗാതാവ്, ബ്രഹ്മൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഋത്വിക്കുകൾ വേണം. ആ ഋത്വികൾക്കായിക്കൊണ്ട് ഓരോ ഭാഗം അങ്ങോട്ട് കൊടുത്തു എന്നാണ്. പ്രാചീം ദിശം, പ്രാചീദിക്കിനെ കൊടുത്തത് ഹോത്രേ, ദക്ഷിണദിക്കിനെ കൊടുത്തത് ബ്രഹ്മണേ, പ്രതീചിയെ കൊടുത്തത് അധ്വര്യവേ. അധ്വര്യു എന്ന് പറയുന്നത് യജുർവേദത്തിൻ്റെ ആളാണ്. ഹോതാവ് ഋഗ്വേദത്തിൻ്റെയാണ്. ഉദ്ഗാതാവ് സാമവേദത്തിൻ്റെയാണ്. ബ്രഹ്മൻ അഥർവവേദത്തിൻ്റെയാണ്. ഇങ്ങനെയാണ് പറയുക. ഹോതാവ്, അധ്വര്യു, ഉദ്ഗാതാവ്, ബ്രഹ്മൻ, ഇതൊക്കെ വേദവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ ആചാര്യന്മാർക്കായിക്കൊണ്ട് ഓരോരോ സ്ഥലങ്ങളിൽ കൊടുത്തു. അന്യേഭ്യ അവാന്തരദിശ, ഇടദിക്കുകളൊക്കെ മറ്റുള്ളവർക്കായിട്ട് കൊടുത്തു. കശ്യപായ ച മധ്യത, ബാക്കി മധ്യഭാഗം മുഴുവൻ കശ്യപനായിട്ട് കൊടുത്തു. ആര്യാവർത്തം ഉപദ്രഷ്ട്രേ, ആര്യാവർത്തം ഉപദ്രഷ്ടാവിന് കൊടുത്തു. സദസ്യേഭ്യ തതഃപരം, സദസ്യന്മാർക്കായിക്കൊണ്ട് ബാക്കിയും കൊടുത്തു. അതായത് സർവ്വതും അദ്ദേഹം ദാനം ചെയ്തു. സർവസ്വദാനമാണ് പരശുരാമസ്വാമി ചെയ്തിരിക്കുന്നത്. തൻ്റെ ആ തെറ്റുകളെ മുഴുവൻ ഇല്ലാതാക്കാനെന്ന മട്ടിലാണ് അവിടെ പരശുരാമസ്വാമി ഈ യാഗം ചെയ്ത്. കാരണം അശ്വമേധയാഗം ചെയ്താൽ പാപഹാനി വരുന്നൊക്കെ നമ്മൾ പ്രഥമസ്കന്ധത്തിൽ ഇങ്ങനെ ചർച്ചയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള ആ പരശുരാമസ്വാമിയെക്കുറിച്ച് ശ്രീമദ് ഭാഗവതം പറയുന്നത്, ആ ഔഭൃത സ്നാനം കഴിഞ്ഞ സമയത്ത് അശേഷ കൽമഷം, എല്ലാ പാപങ്ങളും ഇല്ലാതായി അദ്ദേഹത്തിൻ്റെ. സരസ്വത്യാം ബ്രഹ്മനദ്യാം രേജേ വ്യഭ്ര ഇവാംശുമാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാപങ്ങളില്ലാതായി എന്ന് പറഞ്ഞ ആ ശ്ലോകത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത് രേജേ വ്യഭ്ര ഇവാംശുമാൻ. വളരെ രസകരമായൊരു ഭാഗമാണത്. സൂര്യനെ മേഘം അറിയണു. ആ സമയത്ത് നമുക്ക് തോന്നും സൂര്യൻ്റെ പ്രകാശം ഇല്ലാണ്ടായി. എന്നാൽ ആ മേഘം പോയാൽ സൂര്യനെ കാണാം. അതായത് സൂര്യനെ ഒരിക്കലും മേഘത്തിന് ബാധിക്കാൻ സാധിക്കില്ല. ആ സൂര്യനെ മേഘം ഇങ്ങനെ മറയുന്നത് പോലെ നമുക്ക് തോന്നും തന്നെയുള്ളൂ. അതുപോലെ ബ്രഹ്മസ്വരൂപിയായിരിക്കുന്ന പരശുരാമസ്വാമിക്ക് പാപമില്ല. പക്ഷേ നമുക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള പാപങ്ങളൊക്കെ വന്ന് ചേർന്നിട്ടുണ്ട്. ക്ഷത്രിയന്മാരെ നശിപ്പിച്ചതുകൊണ്ട്, അതുപോലെ ആ രാജാവിനെ നശിപ്പിച്ചുകൊണ്ട് പാപമൊക്കെ വന്ന് ചേർന്നു പരശുരാമസ്വാമിക്ക് എന്നൊക്കെ നമുക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. സരസ്വത്യാം ബ്രഹ്മനദ്യാം രേജേ, ശോഭിച്ചു. ഏതുപോലെ? വ്യഭ്ര ഇവ അംശുമാൻ, മേഘം നീങ്ങിയ സൂര്യനെ പോലെ ശോഭിച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും പാപങ്ങൾ പരശുരാമസ്വാമിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കില്ല. കാരണം ബ്രഹ്മസ്വരൂപിയാണ് ഭഗവാൻ. അതുകൊണ്ട് അത് ഒരിക്കലും പാപയുക്തമല്ല, നിഷ്കളമാണ്. അല്ലെങ്കിൽ സ്വയം പ്രകാശസ്വരൂപിയാണത്. നമ്മൾ പറയാറുണ്ട് പരബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പോൾ, അങ്ങനെയുള്ള ആ ബ്രഹ്മതത്വമാണത് എന്നൊരു ചിന്ത ഈ ശ്ലോകത്തിലൂടെ അല്ലെങ്കിൽ ഈ ശ്ലോകഭാഗത്തിലൂടെ നമുക്ക് തരുന്നു. അതിനുശേഷം സ്വബോധം തിരിച്ചു കിട്ടിയ ആ ജമദഗ്നി മഹർഷി ഋഷീണാം മണ്ഡലേ സോഭൂത് സപ്തമോ രാമപൂജിത. അങ്ങനെ ഋഷിമാരുടെ കൂട്ടത്തിൽ ഏഴാമത്തവനായിട്ട് ശോഭിച്ചു ജമദഗ്നി മഹർഷി. ജാമദഗ്നിയോപി ഭഗവാൻ രാമഃ കമലലോചന ആഗാമിന്യന്തരേ രാജൻ വർത്തയിഷ്യതി വൈ ബൃഹത്. ആ പരശുരാമസ്വാമി ഇനി എന്താ ചെയ്യാൻ പോകുന്നത് എന്നും കൂടി ഇവിടെ പറഞ്ഞു വെച്ചു. ആഗാമിന്യന്തരേ രാജൻ വർത്തയിഷ്യതി വൈ ബൃഹത്. അതായത് ഇനി വരുന്ന മന്വന്തരത്തിൽ ബൃഹത്, ഈ ബൃഹത് ശബ്ദത്തിന് വേദം എന്നർത്ഥം. വേദത്തെ അഭിവൃദ്ധിപ്പെടുത്തും പരശുരാമസ്വാമി. അതായത് എവിടെയാണോ ധർമ്മത്തിന് ക്ഷയം സംഭവിക്കുന്നത്, അധർമ്മത്തിന് മേൽക്കോയ്മ വരുന്നത്, ആ സമയത്ത് ഭഗവാന്റെ അവതാരമുണ്ടാകുമെന്ന
ആ വാക്യത്തെ ഇതാ സത്യമാകണു. അല്ലെങ്കിൽ സപ്തമസ്കന്ധത്തിൽ പറഞ്ഞിരിക്കണോ, വേദങ്ങൾക്ക് എപ്പോഴാണോ അപചയം സംഭവിക്കുന്നത് ആ സമയത്ത് ഭഗവാൻ അവതരിക്കും. അല്ലെങ്കിൽ പശുക്കൾക്ക് എപ്പോഴാണോ അപചയം സംഭവിക്കുന്നത് അവിടെ ഭഗവാൻ അവതരിക്കും. എപ്പോഴാണോ ബ്രാഹ്മണന്മാർക്ക് അപജയം സംഭവിക്കുന്ന ആ സമയത്ത് ഭഗവാൻ അവതരിക്കും എന്ന് സപ്തമസ്കന്ധത്തിൽ കാണാം. അതുപോലെ അഷ്ടമസ്കന്ധത്തിൽ അവസാനം നമുക്ക് മത്സ്യാവതാരത്തിലും കാണാൻ സാധിക്കും. അപ്പോൾ വേദങ്ങളെ നിലനിർത്തുക ഭാരതത്തിൻ്റെ ആധാരമെന്ന് പറയുന്നത് വേദങ്ങളാണ്. അതുകൊണ്ടാണ് മനുസ്മൃതി പറയുന്നത് സർവജ്ഞാനമയോഹി സഹ്. എല്ലാ ജ്ഞാനത്തിൻ്റെയും ഇരിപ്പിടമാണ് വേദങ്ങൾ. അതുകൊണ്ടാണ് വേദ എന്ന ശബ്ദം തന്നെ വിധിജ്ഞാനേ എന്ന ശബ്ദം, ആ ധാതുവിൽ നിന്നുണ്ടായ ശബ്ദമാണ് വേദം. അപ്പോൾ സർവജ്ഞാനങ്ങളും നിറഞ്ഞു നിൽക്കുന്നതാണ് വേദ സംഹിതകൾ. ഇന്ന് നമുക്ക് അതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്ന് തന്നെയുള്ളൂ. പക്ഷേ ആ വേദങ്ങളുടെ പ്രാധാന്യം നമ്മൾ അറിയേണ്ടതുണ്ട്. ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് നമുക്കറിയാം, വേദങ്ങൾക്ക് ശാഖകളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. മഹാഭാഷ്യകാരൻ അദ്ദേഹത്തിൻ്റെ മഹാഭാഷ്യത്തിൽ പറയുന്നുണ്ട്, ഏകവിംശതിതാ ബാഹുറിച്യം. ഋഗ്വേദത്തിന് 21 ശാഖകളുണ്ടായിരുന്നു നമ്മുടെ ഭാരതഭൂമിയിൽ. സഹസ്രവർത്മാ സാമവേദ, സാമവേദത്തിന് 1000 ശാഖകളുണ്ടായിരുന്നു ഇവിടെ. ഏകശതമധ്വര്യശാഖ, യജുർവേദത്തിന് 100 ശാഖകളുണ്ടായിരുന്നു, 100 കൈവഴികളുണ്ടായിരുന്നു നമ്മുടെ ഭാരതത്തിൽ. നവധ അഥർവണ, അഥർവവേദത്തിന് 9 ശാഖകളുണ്ടായിരുന്നു. അതിനൊക്കെ എന്തുണ്ടായിരുന്നു? അതിനൊക്കെ പ്രാതിശാഖ്യങ്ങളുണ്ടായിരുന്നു നമ്മുടെ ഭാരതഭൂമിയിൽ, അതിനൊക്കെ ശിക്ഷകളുണ്ടായിരുന്നു നമ്മുടെ ഭാരതഭൂമിയിൽ. പക്ഷേ ഇന്ന് ഈ ശാഖകളൊക്കെ എവിടെ പോയി? സാമവേദത്തിന് 1 or 2 ശാഖ ഇന്ന് ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. കേരളത്തിലാകെ സാമവേദം അറിയുന്നത് 5-10 പേർക്കാണ്. ഋഗ്വേദത്തിൻ്റെ കാര്യം അവിടെ ഇവിടേക്ക് ഉണ്ടെന്ന് തന്നെ ഉള്ളൂ. യജുർവേദയിലും അങ്ങനെയാണ്. അഥർവവേദം എന്തായി എന്ന് അറിയാൻ പറ്റില്ല. ഇതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പോൾ ഈ വേദത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. അത് നമ്മളിലൂടെയാണ് നടക്കേണ്ടത്. അത് ഭഗവാൻ നമ്മളിലൂടെ അത് നടത്തണം, അല്ലെങ്കിൽ നമ്മളത് ചെയ്യണം. ഭാരതത്തിൻ്റെ ആധാരമാണ്, സർവജ്ഞാനങ്ങളുടെ ഇരിപ്പിടമാണത് എന്ന് കരുതിക്കൊണ്ട് വേദസംരക്ഷണം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതാണ് പരശുരാമസ്വാമി അടുത്ത മന്വന്തരത്തിൽ വേദത്തെ അഭിവൃദ്ധിപ്പെടുത്തുമെന്ന് ശ്രീമദ് ഭാഗവത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് വേദരക്ഷ, വേദത്തെ രക്ഷിക്കുക. അതിന് നമ്മൾ ഓരോരുത്തരും മുൻപിട്ടിറങ്ങണം. ഇതാണ് ഈ പരശുരാമസ്വാമിയുടെ കഥയിലൂടെ പറയാൻ എനിക്ക് ഭഗവാൻ തോന്നിച്ചത്. അതുകൊണ്ട് ഇത് എന്തോ ആണ്, ഇത് കുറേ അന്ധവിശ്വാസമാണ് എന്നൊന്നും കരുതുകയല്ല വേണ്ടത്. അതിൻ്റെ ഉള്ളിലുള്ള രത്നങ്ങളെ കണ്ടെത്താൻ സാധിക്കണം. വേദത്തിൽ നിഹിതമായിരിക്കുന്ന രത്നങ്ങളെ കണ്ടെത്താൻ സാധിക്കണം. ആ രത്നങ്ങളെ പ്രചരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഈ ഒരു രീതിയിൽ നമ്മൾ ഓരോരുത്തരും മുന്നിട്ടിറങ്ങിയാൽ സംശയമില്ല, ഈ സനാതനധർമ്മം അനുസ്യൂതം ഒഴുകിക്കൊണ്ടിരിക്കും, വേദധർമ്മം ഒഴുകിക്കൊണ്ടിരിക്കും, സംശയമില്ല. അതുകൊണ്ട് ഈ പരശുരാമസ്വാമിയുടെ കഥയിലൂടെ ആ വേദരക്ഷയെ ഒന്ന് ഇവിടെ അനുസ്മരിച്ചതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്നും അദ്ദേഹം, നമ്മൾ പറയാറുണ്ട് മഹേന്ദ്രപർവ്വതത്തിൽ നമ്മളേക്ക് അനുഗ്രഹിച്ചുകൊണ്ട് ആസ്തേദ്യാപി മഹേന്ദ്രാദ്രൗ ന്യസ്തദണ്ഡ പ്രശാന്തധീഹി, പ്രശാന്തധീഹി, ആ ശാന്തമായ മനസ്സോടുകൂടിയേ ആ പരശുരാമസ്വാമി, സിദ്ധന്മാരും ഗന്ധർവന്മാരും അദ്ദേഹത്തിൻ്റെ മഹസ്സിനെ അല്ലെങ്കിൽ ആ മഹത്വത്തെ പാടി പുകഴ്ത്തിപ്പെട്ടുകൊണ്ട് നമ്മളൊക്കെ അനുഗ്രഹിച്ചുകൊണ്ട് ഇന്നും അദ്ദേഹം വസിക്കണു. നമ്മൾ പറയാറുണ്ട് പരശുരാമക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ടാണ് നമ്മളിതൊക്കെ പറയണത്. ഈ കേരള ഭൂമി പരശുരാമക്ഷേത്രമാണ്. അങ്ങനെയുള്ള പരശുരാമക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് ഈയൊരു കഥാഭാഗം ഒന്ന് അനുസ്മരിക്കാൻ സാധിച്ചു. അങ്ങനെയുള്ള ആ പരശുരാമ കഥയെ വേണ്ട രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട്
ക്ഷമയുടെ പ്രാധാന്യത്തെ ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നേടേണ്ട പല ഗുണങ്ങളിലൊന്നാണ് ക്ഷമ. അതുപോലെ നമ്മുടെ ജീവിത കർത്തവ്യം എന്തെന്ന് ചോദിച്ചാൽ ആ വേദത്തെ അഭിവൃദ്ധിപ്പെടുത്തുമെന്ന പരശുരാമസ്വാമിയുടെ വാക്കിനെ, അല്ലെങ്കിൽ ആ ഭാഗവത വാക്കിനെ എപ്പോഴും മനസ്സിൽ കൊണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ സാധിക്കണമെന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് ഈ ഭാഗം മുഴുവൻ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മലയോര തിരുമേനിയുടെ 104-ാം ജയന്തി അഖില ഭാരത ശ്രീമദ് ഭാഗവതാമൃത സത്രം. സത്രവേദിയിൽ നമ്മെ അനുഗ്രഹിച്ച PK പ്രദീപ് വർമ്മ തിരുവനന്തപുരം, അദ്ദേഹത്തിന് മള്ളിയൂരിൻ്റെ ആദരവ് ഇപ്പോൾ പൂജനീയ ഭാഗവത കഥാഗോകുലം നൽകുകയാണ്. പതിനൊന്ന് മണി വരെ ഇനി നമുക്ക് പ്രഭാഷണത്തിന് അജിതൻ നമ്പൂതിരി അദ്ദേഹമാണ് എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ വേദിയിലേക്ക് വിനയപൂർവ്വം ക്ഷണിക്കുന്നു.